ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. കടലുണ്ടി പാലത്തിൻ്റെ മേലെയാണ്. ആദ്യം നമ്മളൊന്ന് പാലത്തിൻ്റെ മേലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല വെള്ളക്കയറ്റുള്ള സമയമാണ് തോന്നുന്നത്. നമ്മളെ വല കനം കുറവുള്ള വലയാണ്, പക്ഷേ ഇവിടുന്ന് ചെയ്താൽ എന്താ അവസ്ഥ എന്ന് ഒരു ഈ വല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര വെള്ളം തള്ളല് ഞാൻ വീയാൻ പോകും. നോക്കാം, സുഹൃത്തുക്കളുണ്ട്. കേട്ടായിക്കോട്ടെ, എന്നാലും വല കണ്ട് പോരുന്നില്ല. ഞാൻ വീതിട്ടില്ല, വല നന്നാക്കിയെടുത്തോളൂ. സുഹൃത്തുക്കളാട്ടോ മേലക്കാ അപ്പുറത്ത് വീണോ? എന്തായാലും 2-3 ആൾക്കാർ മൂന്ന് പ്രാവശ്യം. ഓക്കെ, ആദ്യത്തെ വല വീയാനുള്ള തയ്യാറെടുപ്പാണ്. വല കൈമലിട്ടില്ലെങ്കിൽ ആ വീയല് മൊത്തത്തിൽ വല പോകും. ഒറ്റ വീയൽ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് മീനും ഉണ്ടാവില്ല, വലി ഉണ്ടാവില്ല. നല്ല മൂടട്ടോ നൈറ്റ് ഫിഷിംഗ്. നല്ല വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണ്. രാത്രി പൊതുവെ വണ്ടി ഈ റൂട്ടിന് കുറവാണ്, പക്ഷേ പകലൊക്കെ നല്ല തിരക്കുണ്ടാവും. മുള്ളൻ ആദ്യത്തെ വീയലിന് കിട്ടിയതാട്ടോ. മുള്ളനായിട്ടുള്ള മീൻ, മുള്ളൻ മീൻ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പല നാട്ടിലും പല മീനിൻ്റെ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ വീയലട്ടോ. ഇവിടുത്തെ വള്ളത്തിൻ്റെ ഇത് കയറ്റം തള്ളൽ എത്രത്തോളം പവർ ഉണ്ടെന്ന് ഇപ്പോൾ ഈ കാണും. നമ്മളെ വീട് അടിക്കൊന്നും എത്തണില്ല. അത് വലയെ വലിച്ചാണ് കൊണ്ടുപോകണം. അത്രയും കനം കുറവാണ് നമ്മളെ വല. ഈ 2 വീശലും വീശിയിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നോക്കാം. എന്താണെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല മീൻ കിട്ടുന്ന സാഹചര്യമൊക്കെയാണ്, പക്ഷെ നമ്മളെ വലക്ക് എന്തോന്നുണ്ടോ ഇല്ല. നമ്മൾ താഴത്തേക്ക് ഇറങ്ങിട്ടോ വല വീയാന്. ആദ്യത്തെ വല വീത് നല്ല കല്ലുള്ള ഏരിയ കേട്ടോ. അടീന് അടുത്തെത്താൻ നേരത്തെ ഇവിടെ ചെമ്പല്ലി കരിമീനൊക്കെ ഉണ്ടാകുന്ന സ്ഥലം. ആദ്യത്തെ വലക്കെ നമുക്കൊരു ഇവിടെ നല്ല ചളിയുണ്ട്, ചെമ്മീൻ ഉണ്ടാകാൻ സാധ്യത. നമുക്ക് കിട്ടിയൊരു തവളാശ്യമായിട്ട് കടൽ തവള എന്നൊക്കെ ഇതിന് പേര്. പല പേരും പറയലുണ്ട് പല ആൾക്കാർ. തൊട്ടപ്പുറത്തൊരു വലയിൽ പാമ്പ് ഓടി. മീൻ തന്നെയാണ് ഇത്. തിന്നല്ലോ മീൻ. ചവിട്ടിപ്പിടുത്തത്തിൽ 3-4 കിട്ടി. ഈ ചളി ഭാഗത്തൊക്കെ ചെമ്മീൻ തവളക്കണ്ണൻ എന്തോ പേര് അറിയും. നത്തുക്കോമനാ ഇതിന്റെ യഥാർത്ഥ മീനിന്റെ പേരെന്താന്ന് ആരെയും കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ വല്ലാതെ മീനൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ കുറെ വീതി നോക്കി. മീൻ പ്രത്യേകിച്ച് അതൊക്കെ ആയിട്ട്. ഒന്നാമത് നമ്മളെ വല പറ്റ മോശമാണ്. ഈ വലൻ്റെ വേറൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്, എത്രത്തോളം വല ഉപയോഗശൂന്യാന്നുള്ള അപ്പോൾ കാണാം. നമ്മളെ സുഹൃത്തുക്കൾ അവിടെ വേറെ സൈഡിലേക്ക് അവർക്കിപ്പോൾ ഞങ്ങൾ പോവാണ്. നമുക്ക് കിട്ടിയ മീനാട്ടത്, ചെമ്മീൻ ഇതൊക്കെ ആയിട്ട് നമ്മളെ സുഹൃത്തുക്കൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയ സൈഡിൽ ആദ്യം നമ്മൾ വീഴും. അപ്പോൾ നമ്മൾ കടലിൻ്റെ ഭാഗത്തേക്ക് ഇത് കടൽ ചെറിയ അത് കാണാണ്ടാവില്ല.
ഇതാട്ടെ നമ്മളെ വല ഇവല് വീത് നോക്കാണ് പൊളിച്ചു പോകണ്ടേ നമ്മളെ സുഹൃത്ത് തലേ ദിവസം മീൻ ഒരുപാട് കിട്ടിയതിന്റെ ഇത് പറയണം പോരിശ പറയണം. അവരൊക്കെ ഇന്നലെ നല്ലോണം മീൻ കിട്ടീന്. ഒരുപാട് ആൾക്കാർ രണ്ടാൾക്കല്ലേ ഒരു വലക്ക് രണ്ടാലോ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വലയാണ് നമ്മളെ സുഹൃത്ത് അല്ല ഞാന് റാസിക്ക് കൊടുക്കാനുള്ള ഞാൻ പോകുമ്പോള് അവൻ പറയില്ല എന്റെ ഒരു വല ഉണ്ട് എന്റെ അടുത്ത് ഒരു വല ആ വല ആ കല്ലുമ്പോ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. പകുതി വല വേണ്ട എന്തായാലും 900 ഉറുപ്പിക നല്ല പണിയും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വിയാന്ന് വന്നാണ്. ഒക്കെ ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാരാണ്. നമ്മള് കമരമാനം പിടിച്ചല്ലേ പല അഭിപ്രായങ്ങളുണ്ട് മീനെ കിട്ടീൻ്റെ. ചെരുപ്പ് വരണമൊന്നുമില്ലേ? ഓരോരുത്തർ ഓരോ രീതിയിലാണ് വില എടുക്കല്. നോക്ക് ഇയാള് അത്യാവശ്യം നല്ല വീലൊക്കെ ഉള്ള ആളാണ്. സുഹൃത്തന്നെ കേട്ടോ. നമ്മളുണ്ടാക്കിയ വില മറ്റൊരാൾ വീഴുമ്പോൾ നമുക്കൊരു വെള്ളമില്ലാതെ ഇപ്പോഴാണ് വിലക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളത് ഇവ മനസ്സിലാവും. വലൻ്റെ മണി വലൻ്റെ ഉള്ളിൽ കൂടെ പോത്ത് പോകണം. ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ചില വലക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ ബാക്കൊക്കെ ഉണ്ടാവോ? കാരണം പറ്റ കുറവോ? നല്ല സെറ്റപ്പിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ വെള്ളം നല്ല തള്ളലാട്ടോ. പുഴ ഭാഗത്തേക്ക് വേലി ഏറ്റത്തിലാണ് ഇപ്പം വല വീഴുന്നത്. ആ മുൻഭാഗത്ത് ഫുള്ള് കടലാണ്. അത്യാവശ്യം ലോങ് എറിഞ്ഞ് ചെയ്തിരുന്നു വല. മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ പെട്ടെന്ന് വല എന്താവില്ല, താവൂല. വല പൊന്തിപ്പോവും. മീനൊക്കെ അടിയിൽ കൂടെ അപ്പോഴത്തേനും സ്ഥലം കലക്കുക. ആ മീൻ ഉണ്ട്. ഏട്ടാ ഏട്ടാ ആരാ? എന്തോ മുള്ളനോ ആരാ എന്തോ മുള്ളൻ, വലിയ മുള്ളനാട്ടോ. ആദ്യത്തെ വലക്ക് നമുക്ക് ഇവിടെ ഒരു മീൻ കിട്ടി. വെള്ളാവലിയാണ് മീനിന്റെ പല പേരും നമ്മളെ സുഹൃത്തുക്കളാണ്. കുറെ ആൾക്കാരത്തെ വല ഉണ്ട്. ഒക്കെ മീൻ കിട്ടാതായിട്ട് ഇങ്ങനെ കയ്യിലെച്ചുകൊണ്ട് അടുത്ത ബീച്ചിലേരനെ എത്തി. നമ്മളെ പരീക്ഷണമാണ്. അത്ര ഇതിലൊക്കെ നല്ല വീണ ആൾക്കാരാണ്. വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ലപോലെ എന്താ പറയാ, നല്ല ദൂരത്തേക്ക് എറിയാൻ കഴിയും. ദൂരത്തേക്ക് എറിഞ്ഞാലാണ് മീൻ കിട്ടും. കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ രസമാണ് മീൻ പിടിക്കാൻ പോകും. മീൻ കിട്ടിയില്ലെങ്കിൽ നല്ല വൈബാണ്. മറ്റേ ആളെടുത്തിട്ടുള്ള മാതിരിയല്ല ഈ ആൾ. ഓരോരുത്തരും ഓരോ ശൈലിയാണ്. ലൈറ്റ് അടിച്ചാൽ മീന് പൊതുവെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ആ വല വീശുന്ന സമയത്ത് ഞാൻ വീഡിയോ റെക്കോർഡാക്കി. പക്ഷെ വല നല്ല തള്ളി പോകുന്നുണ്ട്. ഞാനില്ലാത്തതുകൊണ്ടേ നമ്മൾ ഈ കന്നുകാലികൾക്കൊക്കെ കയറിട്ട് വലിച്ചണ പോലെ എണ്ണ മാറ്റ അവസ്ഥ. വലൻ്റെ വൈത്തല മണ്ണിടം. ഈ വല ഒരു 4 കിലോനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലയാണ്. ഏത് സമയത്തും മീൻ കിട്ടും. പക്ഷെ പോരായ്മ എന്താ വെച്ചാൽ വല പെട്ടെന്ന് പൊട്ടണ ടൈപ്പ് വല, തീരെ കട്ടില്ലാതെ നൈസ് വല. ഒന്നുമില്ല. പോകുമ്പോൾ നിരാശയാണ്. പൈക്കളെ കളിച്ചിട്ടുണ്ട്. വല വലിച്ചു പോകും. നമ്മൾ മൂപ്പര് വീതിട്ടോ വീതി കൂടെ ചെയ്യാൻ പറ്റില്ല. വല താവൂല. മേലുള്ള മീൻ ഉണ്ടാവുള്ളൂ.
നിൽക്കാതെ ഒഴുകി പോവാണ്. ഇതിപ്പോൾ കടലിൽ നിന്ന് കരയൊക്കെയാണ് കേട്ടോ അത് വെള്ളം ഒഴുകണത്. വല തൂക്കം കുറവാ. വല തൂക്കം കുറവാ. ഈ വലക്ക് വല തൂക്കം കുറവല്ലേ? മൊത്തമുള്ള 3-3.25 കിലോ ഉള്ളൂ. കയറും എല്ലാം കൂടി തൂക്കുകയാണെങ്കിലേ 3.25 ഉള്ളൂ. ഈ വല നമ്മൾ മൂപ്പരൊക്കെ നല്ല വലിയ 4.5 കിലോ മണിയൊക്കെ വരുന്ന വലിയ വല കേട്ടോ ഒരു വീല. പിന്നെ നമ്മളിപ്പോൾ വീത് കൊണ്ടിരിക്കണ ഈ വല എന്താ വെച്ചാൽ ഈ കൂന്തൽ അങ്ങനത്തെ വലിയ പവറില്ലാത്ത മീനുകളൊക്കെയാണ് ചെയ്യാൻ പെട്ടെന്ന് വലിയ പൊട്ടിച്ച് പോണ തിരുത ചെമ്പല്ലിയൊക്കെ ആണെങ്കിൽ അതാണ് അവിടെ കിട്ടുന്നത്. മറ്റേ സാധനം കിട്ടി അതിൻ്റെ തവളക്കണ്ണനോ തവളൻ്റെ മീനില്ലേ? വ്ളോഗ് എടുക്കണ്ടോ എന്തെങ്കിലും വ്ളോഗ് കിട്ടിയാ? അത്യാവശ്യം ഈ ഭാഗത്ത് മീൻ കിട്ടുന്നുണ്ട്. ചെറുമീനുകളായിട്ട് ചെമ്മീൻ ഇതൊക്കെ ആയിട്ട്. കൂട്ടാൻ പറ്റുള്ള മീൻ ഓരോരുത്തർ അതിലത് ചെറുത് പടിയുണ്ട്. എന്താണ് ഒന്നായിട്ട് മണ്ടി പോയാണ് മീൻ മാന്തൾ തന്നെ പല രീതിയിലുള്ള മാന്തളുണ്ട് കേട്ടോ. പടമാന്ത എന്തോ ഒരു പേരുണ്ട്, എനിക്ക് വല്ല പരിചയമൊന്നുമില്ല. ഇവരെന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ. അതിനെ അതിന്റെ കുട്ടി അതിന്റെ കുട്ടി ഉണ്ടാവും നോക്കിയാ നെറ്റി നോക്കിയാ മിസ്സാണ്ട് ഇപ്പൊ ഉള്ളത് പോയി. വേറെ സൈഡിൽ പോയിട്ട് വീണ് നല്ല കലക്കും ചളിയാണ്. എന്തൊരു ഇതിലാണെന്ന് പറയാം. എല്ലാവർക്കും മീൻ പൊതുവെ കുറവാണ്, പക്ഷെ വയക്കാർ ഒരുപാടുണ്ട്. തലേ ദിവസം നല്ലതുപോലെ മീൻ കിട്ടിയെന്നോടാണ്. തലേ ദിവസം മീൻ കിട്ടിയോണ്ടാണ് ഇത്ര ആൾക്കാരെ നമ്മളെ കൂടെ വിരിയാൻ വന്നത്. ഞങ്ങൾ 3-4 ആൾക്കാരൊക്കെ മാക്സിമം പോയാലും 2 ആൾ. ചെമ്മീൻ അത്യാവശ്യം കൂട്ടാൻ ചെമ്മീൻ നല്ലതുപോലെ കിട്ടലുണ്ട് കേട്ടോ ഇവിടെ. സെറ്റപ്പിലാട്ടോ നമ്മൾ വന്നേ. ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പവറും. വല വീണ് മാത്രം എടുക്കണില്ല കേട്ടോ. മീൻ കിട്ടുന്നതും വല നന്നാക്കണം മാത്രമേ ഉള്ളൂ. കാരണം വല വീഴുമ്പം ലൈറ്റ് അടിച്ചാൽ മീൻ കിട്ടില്ല. ഇവിടെയൊക്കെ നല്ല കുടുങ്ങുന്ന ഏരിയയാണ്. ചണ്ടിയും കുറേ സാധനങ്ങൾ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. മീനാണ് ആ പിടക്കുന്നത് കേട്ടോ. നമ്മളെ നേരത്തെ നമ്മളെ വല ഇതില്ല, ഇതുകൊണ്ട് വലക്കൊന്നും മീൻ കിട്ടാതെ പൊതുവെ മീൻ കുറവാണ്. അത് തെളിയാതെ വരും, ടൈം ആണല്ലോ. അത് പിടിച്ചുകൊണ്ടേയില്ല. ഇന്നലെ കിട്ടിയ മീനിന്റെ കഥ പറഞ്ഞു. അതിൻ്റെ ഉള്ളിലാ ഇങ്ങല്ലേ? അതിനറിഞ്ഞേ എൻ്റെ പകല്ല കാര്യമാവും. ഒന്നും കിട്ടിയില്ലാറില്ല. എൻ്റെ ഇപ്പം ചിലപ്പോൾ അവിടെ നിന്നുണ്ട് എൻ്റെ മോന് വലുത് കൊടുങ്ങാറി, ഒരു ലോഡ് കൊടുങ്ങാറി. നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. അല്ല നാളത്തെ തള്ളുണ്ടല്ലോ, നാളെ നല്ല മീനാണ് ആ
ഞാൻ ഇതൊക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. കാരണം മീൻ കിട്ടിയില്ലെങ്കിലും വർത്താനത്തിൽ ആരും കമ്പനി. ആ പോണടാ അവിടെ വെക്കില്ലേ അവിടെ അതാ അവിടെ ഒരു മീൻ കൊയിഞ്ഞാടീനെ, അതിനെ തരമുണ്ട്, ആ മീൻ രക്ഷപ്പെട്ടു. കിട്ടണല്ല ആ കേക്കും നല്ലതുപോലെ മൂപ്പരൊക്കെ നല്ലതുപോലെ വില വീണ ആളാട്ടോ. മൂപ്പർക്ക് മീൻ അത്യാവശ്യം കിട്ടിക്കണേ. ഇതൊക്കെ വെള്ളത്തിന്റെ കളറാണ് വീഡിയോയിൽ കിട്ടാത്ത ഒരുപാട് മീൻ മൂപ്പര് കൂടെ ആക്കണതിന്റെ മുന്നേ തന്നെ മീൻ കിട്ടി കേട്ടോ. ഇതിന്റെ അവസാനം നമ്മൾ കാണിക്കണ്ട് മൂപ്പര് കിട്ടിയ മീൻ. വലിയ മീൻ കിട്ടണ നല്ല പവറുള്ള വല വേണം. കാരണം വല പെട്ടെന്ന് പൊട്ടിപ്പോയത്. നല്ലതുപോലെ താവും വേണം, അത്യാവശ്യം തൂക്കം വേണം വല. നമ്മളൊരു വല പുതിയത് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ എന്തായാലും പുറകെ വരുന്നുണ്ട്. നല്ല സൈസുള്ള വല, ഒരു 9 മുഴത്തിൻ്റെ ഒരു 3.25 കിലോ ഈയം വരുന്ന ഒരു വല വരുന്നുണ്ട്. ഇതാട്ടെന്ന് മൊത്തത്തിൽ കിട്ടിയ മീൻ. നല്ല വലിയ മീൻ അത്യാവശ്യം കിട്ടിയിരുന്നു. കോലിയും കോരൊക്കെ ആയിട്ട് ഏരി അത്യാവശ്യം മെച്ചൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.